എന്നാൽ അത്ഭുതകരമായിട്ടുള്ളത് അതിൽ മലയാള മനോരമ പത്രത്തിൽ മന്ത്രി ഗവർണർ എന്ന് പറഞ്ഞ് അവര് റെക്കോർഡ് ചെയ്തെടുത്ത പോലെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. സാധാരണ പത്ര മാധ്യമ ധർമ്മം അങ്ങനെ കൊടുക്കുന്നുവെങ്കിൽ മന്ത്രിമാരിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എങ്ങനെയാണോ എന്ന് ഞങ്ങളോട് കൂടി ചോദിക്കേണ്ടതാണ്. ആദ്യത്തെ ചോദ്യം, ഇപ്പോൾ സിസയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. സിസ തോമസും പ്രിയ ചന്ദ്രനും യോഗ്യരാണ്. അപ്പം മന്ത്രിമാർ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് പറയാം. ഇത് ആരെങ്കിലും എഴുതി കൊടുക്കാൻ അവിടെ ഉണ്ടാവുള്ളൂ. കാരണം ഞങ്ങളും ചാൻസലറും മാത്രമല്ല ആ മീറ്റിങ്ങിനുള്ളൂ. അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. കാരണം ഞങ്ങൾ പരമാവധി സുപ്രീം കോടതി വിധിയുടെയും നിലപാടിനനുസരിച്ചാണ് നിന്നിട്ടുള്ളത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ചാൻസലറുമായി നടത്തിയ ആശയവിനിമയത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഞാനും ചാൻസലറെ കാണുകയുണ്ടായി. എന്നാൽ അത്ഭുതകരമായിട്ടുള്ളത് അതിൽ മലയാള മനോരമ പത്രത്തിൽ മന്ത്രി ഗവർണർ എന്ന് പറഞ്ഞ് അവര് റെക്കോർഡ് ചെയ്തെടുത്ത പോലെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. സാധാരണ പത്ര മാധ്യമ ധർമ്മം അങ്ങനെ കൊടുക്കുന്നുവെങ്കിൽ മന്ത്രിമാരിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എങ്ങനെയാണോ എന്ന് ഞങ്ങളോട് കൂടി ചോദിക്കേണ്ടതാണ്. ആദ്യത്തെ ചോദ്യം, ഇപ്പോൾ സിസയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. സിസ തോമസും പ്രിയ ചന്ദ്രനും യോഗ്യരാണ്. അപ്പം മന്ത്രിമാർ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് പറയാം. ഇത് ആരെങ്കിലും എഴുതി കൊടുക്കാൻ അവിടെ ഉണ്ടാവുള്ളൂ. കാരണം ഞങ്ങളും ചാൻസലറും മാത്രമല്ല ആ മീറ്റിങ്ങിനുള്ളൂ. ഞങ്ങൾ പറഞ്ഞ മറുപടി ആ ചോദ്യത്തിന് സത്യവാങ്മൂലത്തിൽ ചാൻസലർ പറഞ്ഞിരിക്കുന്നത് ഈ 2 പേരുകളാണ് 2 യൂണിവേഴ്സിറ്റിയുടെയും പാനലിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരായിരിക്കും ഏറ്റവും മികച്ചത്. അപ്പൊ അതുകൊണ്ട് അവരെ ആണ് എന്നാണ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ തന്നെ പറഞ്ഞു അത് വളരെ ദുർബലമായൊരു വാദമാണ്. കാരണം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിച്ചിട്ടുള്ളയാൾ, റാങ്കിൽ 1ാമതായി വന്നിട്ടുള്ളയാൾ KTUവിൽ അപേക്ഷിച്ചിട്ടില്ല. KTUവിലെ 1ഉം 2ഉം പേരുകാർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ പേര് എങ്ങനെ അങ്ങോട്ട് വരിക?